ഹലോ ഗായ്സ്, വെൽക്കം ടു കാർത്തിക് ഐഷു വ്ലോഗ്സ്. ഇപ്രാവശ്യം ഞങ്ങൾ ദീപാവലിക്ക് തമിഴ്നാട്ടിലായിരുന്നു. അവിടെ ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടെ പ്ലാൻ ചെയ്തു. രാവിലെ തന്നെ നമുക്ക് സൺറൈസ് കാണാനായിട്ട് കന്യാകുമാരിയിലോട്ട് വണ്ടി വിട്ടു. ഞങ്ങൾ ഇറങ്ങുമ്പോൾ മഴയൊന്നും ഇല്ലായിരുന്നു, പക്ഷെ അങ്ങോട്ട് പോകുന്തോറും നല്ല മഴയായിരുന്നു. അങ്ങനെ ഞങ്ങൾ മഴയൊക്കെ നനഞ്ഞ് 5:45 ആയപ്പോഴത്തേക്കും നമ്മൾ അവിടെ എത്തി. പിന്നെ ഞങ്ങൾ സൺറൈസ് കാണാനായിട്ട് അവിടുത്തെ വ്യൂ പോയിന്റിലോട്ട് നമ്മൾ നടക്കുമായിരുന്നു. ഞങ്ങളെപ്പോലെ ഒരുപാട് പേര് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. സൂര്യൻ വരുമെന്ന് നമ്മൾ നോക്കി നിന്നു. എന്നാൽ 6 മണിയായി, 6:30 എന്നാൽ സൂര്യന് മാത്രം അവിടെ കണ്ടില്ല. എന്നാൽ ശരി, ആ സമയം കൊണ്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാനും എൻ്റെ സിസ്സും പണ്ടെപ്പോഴും എടുത്തൊരു ഡ്രസ്സ് പൊടിത്തട്ടി എടുത്തായിരുന്നു ഞങ്ങൾ ട്വിന്നിങ് ചെയ്തിറങ്ങിയത്. പിന്നെ 7 മണിയായിട്ടും സൂര്യനൊന്നും അവിടെ കണ്ടില്ല. പിന്നെ ഞങ്ങൾ നല്ല മഴയായതുകൊണ്ട് അവിടെ ഒരു ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ നിൽക്കുമായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾക്ക് പെട്ടെന്ന് മഴയത്തൊരു ഡാൻസ് കളിച്ചാലോ എന്ന് തോന്നി. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഡാൻസ് കളിക്കാൻ തുടങ്ങി. ഇനി എന്തായാലും സൂര്യനെ കാണാൻ പറ്റില്ലെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു. പിന്നെ ഈ കാണുന്നത് സൂര്യനെ കാണാൻ പറ്റാത്ത വിഷമത്തിൽ നടന്നു വരുന്ന ഞങ്ങളെയാണ് കേട്ടോ. എന്നാലും സൂര്യൻ ഞങ്ങളെ ചതിച്ചു. പിന്നെ ആ വിഷമം മാറ്റാനായിട്ട് ഞങ്ങൾ ചായയും കടിയൊക്കെ കഴിക്കാനായിട്ട് ഒരു കടയിൽ കയറി. അങ്ങനെ ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു. വീണ്ടും ഞങ്ങൾ എന്തായാലും സൂര്യനെ കാണാൻ മറ്റൊരു ദിവസം തിരിച്ചെത്തുമെന്ന് പ്രതിജ്ഞ ചെയ്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ടെത്തി. അവിടുത്തെ ആ ഒരു വ്യൂ, ആ മഞ്ഞ് മൂടി കിടക്കുന്ന ആ ഒരു മലകളെയൊക്കെ കാണാൻ നല്ലൊരു ഫീലായിരുന്നു. അപ്പം അന്ന് ഉച്ചയ്ക്ക് ബിരിയാണി ആയിരുന്നു. സോ അതിൻ്റെ പ്രിപ്പറേഷനാണ് ഈ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ ഫാമിലി ആയിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ബിരിയാണിയൊക്കെ കഴിച്ചു. പിന്നെ ഈവനിങ് ആയപ്പോഴത്തേക്കും നൈനു ഷട്ടിൽ കളിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. അത് കഴിഞ്ഞ് അന്ന് രാത്രി ഞങ്ങൾ ദീപാവലിയൊക്കെ അവിടെ ആഘോഷിച്ചു. പിന്നെ ദീപാവലി ആയതുകൊണ്ട് തന്നെ അവിടെ ലൈറ്റ്സൊക്കെ ഇട്ട് റോഡുകളിൽ ഒരുപാട് സൗണ്ട് ബോക്സൊക്കെ വെച്ച് പാട്ടൊക്കെ ഇട്ട് ഒരുപാട് പേര് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ദീപാവലിക്ക് അന്ന് രാവിലെ ഞങ്ങൾ എല്ലാവരും പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് രാവിലെ തന്നെ അമ്പലത്തിലോട്ട് ഇറങ്ങി. പിന്നെ പ്രാർത്ഥിച്ചൊക്കെ ഇറങ്ങിയതിന് ശേഷം അവിടെയും നമുക്ക് ഫോട്ടോ മസ്റ്റാണല്ലോ. അപ്പം പിന്നെ നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. പിന്നീട് എല്ലാവർക്കും കൂടെ വിശന്നു. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഒരു ഐസ്ക്രീം കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അന്ന് രാത്രി നമ്മൾ കുട്ടീസൊക്കെ ചേർന്ന് പടക്കമൊക്കെ പൊട്ടിച്ചു. അങ്ങനെ ഞങ്ങൾ ഇപ്രാവശ്യത്തെ ദീപാവലി അവിടെ എൻജോയ് ചെയ്തു. പിന്നെ ഞങ്ങൾ ഒരേപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ടിരുന്നതുകൊണ്ട് എല്ലാവരും കൂടെ പാട്ടൊക്കെ പാടി ഡാൻസ് കളിച്ചായിരുന്നു ഞങ്ങൾ പടക്കമൊക്കെ വെച്ചത്. അപ്പോൾ പടക്കമൊക്കെ പൊട്ടിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ രാത്രി മന്തി ബിരിയാണി വെക്കാനായിട്ട് അതിൻ്റെ പ്രിപ്പറേഷനായിരുന്നു. ആ ഒരു റൈസും ആ മന്തിയുടെ ആ ഒരു ഫ്ലേവറും മണമൊക്കെ എടുത്തപ്പോൾ തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ കഴിക്കണമെന്നുള്ളൊരു കൊതിയായി. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ ഞങ്ങൾ ഈ വർഷത്തെ ദീപാവലി തമിഴ്നാട്ടിൽ എൻജോയ് ചെയ്തു. അപ്പോൾ ഈ വ്ലോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. എന്നാൽ എല്ലാവർക്കും ഹാപ്പി ദീപാവലി. ബൈ ബൈ, സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ.